ഇപ്പോൾ നമ്മൾ വീണ്ടും മുണ്ടക്കയിലേക്ക് പോവുകയാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്കുള്ള വില്ലേജ് റോഡിൽ ഷബീർ ഉണ്ട്. ഷബീർ നിൽക്കുന്നിടത്ത് എന്തെല്ലാമാണ് ഷബീർ കാണുന്നത്? നേരത്തെ ഷബീർ മസ്ലിമും നിൽക്കുന്ന ഭാഗത്തായിരുന്നു 50ഓളം മൃതദേഹങ്ങൾ വന്ന് അടിഞ്ഞുകൂടിയത്. അപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ ഷബീർ നിൽക്കുന്ന ഭാഗത്ത് എത്ര വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്? അവിടെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ സംസാരിക്കാനൊക്കെ? സൈഫുദ്ദീൻ, വലിയ ദുരന്തം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ അറിയാം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി. അത്രയധികം മരങ്ങളും ഒപ്പം തന്നെ മറ്റ് വീട്ടിനകത്തു നിന്നുള്ള സാധനങ്ങൾ ഉൾപ്പെടെ, ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിൽ, 2 ദിവസമായി നടത്തിയ തിരച്ചിലിൽ ഏതാണ്ട് 50ഓളം മൃതദേഹങ്ങൾ ഈ ഭാഗത്തു നിന്ന് മാത്രം കണ്ടെത്തിയെന്നാണ് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രദേശവാസികൾ പറഞ്ഞത്. ഈ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് വില്ലേജ് റോഡിലാണ്. ഈ ചൂരൽമലയ്ക്ക് സമീപമായിട്ടുള്ള ഭാഗത്താണ്. വില്ലേജ് ഓഫീസിന് സമീപമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വില്ലേജ് റോഡ് എന്ന് പേര് വന്നത്. എന്തായാലും ഈ സ്ഥലത്ത് വീടുകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായില്ല എന്ന് പറയാം, അല്ലെങ്കിൽ തകരുന്ന നിലയ്ക്കുള്ള നാശനഷ്ടം ഉണ്ടായില്ല. പക്ഷേ വലിയ തരത്തിൽ മണ്ണും കല്ലും മറ്റ് സാധനങ്ങളും വന്നടിഞ്ഞ കാഴ്ച, ഈ വീടുകളിൽ വന്നടിഞ്ഞ കാഴ്ച നമുക്കിപ്പോൾ ഇവിടെ കാണാം. വാഹനങ്ങളിൽ ഉൾപ്പെടെ ഈ മണ്ണും കല്ലും മറ്റ് മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവ വന്ന് അടിഞ്ഞ് വലിയ തരത്തിൽ ചളി വന്നടിഞ്ഞ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഈ പ്രദേശത്തുള്ളവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഈ ഭാഗത്തുള്ളവരെ എല്ലാം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാൻ മാത്രം ഒരാളും ശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് അപ്പുറത്ത്, കുറച്ചപ്പുറത്ത് മാറിയുള്ള ചില ആളുകൾ, ഇതിന് കുറച്ച് മുകൾ ഭാഗത്ത് താമസിക്കുന്ന ചില ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. അവരും ഈ ശബ്ദം കേട്ടതാണ്, ഈ ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലെല്ലാം ഉണ്ടായിരുന്നവരാണ്. അവരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഭാഗത്ത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഈ ഭാഗത്ത് ലക്ഷക്കണക്കിന് നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കൃഷി സ്ഥലങ്ങളും അല്ലാതെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും, എന്തിനേറെ പറയുന്നു വില്ലേജ് ഓഫീസ് പോലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ബോഡികൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് രാവിലെ പോലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. പിന്നെ സത്യത്തിൽ ഇപ്പം ഞങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ചത് കാരണമാണ് ഞങ്ങളൊക്കെ ഈ ഓടി ഇറങ്ങാത്തത്. കാരണം ഇനി ഞങ്ങളുടെ കൂട്ടുകാരെയും ഞങ്ങളുടെ വീട്ടുകാരെയും ഞങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ബോധ്യമായത് കാരണം ഈ പുഴയിലൂടെ അങ്ങ് തപ്പി ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഈ ഏലവേൽ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇതിലൂടെ പോകാനുള്ള ഒരു പരിപാടിയാണ്. അതിൽ കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്, കൂടെ ഞങ്ങളും പോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ കാലാവസ്ഥക്ക് ഇത്ര തെളിച്ചുണ്ടായിരുന്നില്ല, ഇടയ്ക്ക് ഒരു ചെറിയ തെളിച്ചം മാത്രമല്ല. ഇപ്പൊ ഈ തെളിഞ്ഞ കാലാവസ്ഥ അനുകൂലാക്കൂല ഈ തെരച്ചിൽ? അനുകൂലാക്കും. എന്താണെങ്കിലും നമ്മുടെ സൈന്യവും പിന്നെ ജനങ്ങളും എല്ലാവരും ഒരേ മനസ്സോടുകൂടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സജീവമാണ്. പിന്നെ ഇതിൽ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ നാട്ടുകാർ കുറെ പേര് ഈ ക്യാമ്പുകളിൽ കിടപ്പുണ്ട്. അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, ഇന്ന സ്ഥലത്ത് സാധ്യതയുണ്ട്, ആ കുഴികളായിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പം നമ്മുടെ ആളുകളെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ടോ ആധാർ കാർഡ് കാണിച്ചിട്ടോ കയറ്റി വിടുവാണെങ്കിൽ ഞങ്ങളെപ്പോലെ തന്നെ പെട്ടെന്ന് പരിചയമുള്ള ഒരു നിർബന്ധമായിട്ട് കൂടെ വേണം. കാരണം ഇപ്പോൾ വരുന്ന രക്ഷാപ്രവർത്തകർക്കും പിന്നെ സന്നദ്ധ സംഘടനകളുടെ ആളുകൾക്കും ഇവിടെ എത്തിയിട്ട് സ്ഥലം ഏതാണെന്ന് അറിയുന്നില്ല. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ അറിയാം ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന്. അതൊരു പ്രത്യേകമായിട്ട് എല്ലാവരും അധികാരികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു 15 ആളോ 20 ആളോ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യത്തോടെ ഇറങ്ങിപ്പോവാം. അവർ ഞങ്ങളുടെ കൂട്ടുകാരാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സമീപവാസികളായത് കാരണം അവരുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്ന ഒരു സേഫ്റ്റി ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്. ബാക്കിയെല്ലാം ഭംഗിയായിട്ടാണ് നടക്കുന്നത്. എന്തായാലും ഇതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അവർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ പ്രതീക്ഷ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി എന്നാണ് അവർ പറയുന്നത്. കാരണം 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെയെങ്കിലും ജീവനോടെ രക്ഷിക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷ തങ്ങൾക്കില്ല. തങ്ങളുടെ കൂട്ടുകാരെ, ബന്ധുക്കളെ അടക്കമുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പോലും തിരച്ചിലടക്കമുള്ള നടപടികൾ, ആരെങ്കിലും മണ്ണിൽ പുതഞ്ഞ് ഈ അപകടത്തിൽപ്പെട്ട് കാണാമറയത്തുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശം അവർക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഓരോ വീട്ടിലും ആരെല്ലാമാണ് ഉള്ളത്, അവരുടെ വീടിന്റെ ഘടനയടക്കം പരിചയമുള്ള, അല്ലെങ്കിൽ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഘടനയടക്കം അറിയുന്ന ആളുകളാണ്. അപ്പൊ അവരെ കൂടി ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളാക്കണം, അല്ലെങ്കിൽ അവരെ ഇവരോടൊപ്പം ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവരോടൊപ്പം പങ്കാളികളാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. ഈ ഭാഗത്ത് എപ്പോഴും തെരച്ചിൽ നടക്കുമ്പോൾ മൃതദേഹം കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം, അല്ലേ?
തിരിച്ച് നമുക്ക് ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് പോകേണ്ടി വരും. കാരണം വില്ലേജ് റോഡിന്റെ ഭാഗത്ത് ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞു. അതായത് 50-ലധികം ബോഡികൾ കിട്ടിയ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് വീണ്ടും ബോഡികൾ കണ്ടെത്തുന്നു പറഞ്ഞാൽ ഇവിടെ വീണ്ടും തെരച്ചിൽ ഊർജിതമാക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ എന്തായാലും അത്തരത്തിൽ കണ്ടെത്തിയ മൃതദേഹവുമായി പോകുന്ന വാഹനമാണ് എന്ന് നമ്മൾ ആ നിലയ്ക്ക് രക്ഷാപ്രവർത്തകർ പോകുന്ന വാഹനമാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന പരിശോധന പുരോഗമിക്കുകയാണ്. ഈ ഭാഗത്തു നിന്ന് ഇപ്പോഴും മൃതദേഹം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു മൃതദേഹം കൂടി ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് മുകൾ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ ഭാഗത്തെ തെരച്ചിൽ ഊർജിതമാക്കേണ്ടി വരും. ആ നിലയ്ക്ക് നാശനഷ്ടം അല്ലെങ്കിൽ ആ നിലയ്ക്ക് പല ഭാഗത്തു നിന്ന് ഒഴുകി വന്ന സാധനങ്ങൾ ഇവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു സൈഡ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമാണ് കഴിഞ്ഞ ദിവസം മാറ്റി പരിശോധിച്ചത് എന്നാണ് ഈ പ്രദേശവാസി പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഭാഗം പരിശോധിക്കും തോറും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരെ കണ്ടെത്തുന്നു എന്ന ദുഃഖകരമായ വസ്തുത നമ്മളിവിടെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സമാനതകളില്ലാത്ത ദുരന്തം ഈ മുണ്ടക്കൈനെയും ഒപ്പം തന്നെ ചൂരൽമലയെയും പിടിച്ച് ഉലച്ചിരിക്കുന്നു, ആ പ്രദേശവാസികളെ ഉലച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയധികം ദുരന്തം നാശം വിതച്ച ഈ പ്രദേശം ഒന്നാകെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ മലവെള്ളപ്പാച്ചിലുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ മണ്ണ് ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അത് ഈ ഭാഗത്തു നിന്നുള്ളതല്ല, കിലോമീറ്റർ അപ്പുറം മാറിയുള്ള സ്ഥലത്ത് നടക്കമുള്ള സാധനങ്ങളാണ് ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഈ പ്രദേശത്തെ വീടുകൾക്ക് കാര്യമായ നാശനഷ്ടമില്ല എന്ന് പറഞ്ഞാൽ വീട് തകരുന്ന സ്ഥിതിയിലേക്ക് അങ്ങനെ ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ പരിക്കേൽക്കുന്ന നിലയിലേക്കുള്ള നാശനഷ്ടങ്ങൾ ഈ ഭാഗത്തുണ്ടായില്ല. അത് ആശ്വാസകരം. എന്നാൽ വീടുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ പല വീടുകളും ഈ ഭാഗത്ത് തന്നെ ചെളിയും മണ്ണും മരങ്ങളും വന്ന് അടിഞ്ഞ സാഹചര്യമാണ് ഈ ഭാഗത്തുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യം പുരോഗമിക്കുകയാണ്. ഈ ഭാഗത്തടക്കം ആളുകൾ തെരച്ചിൽ ദൗത്യത്തിലുണ്ട്. പക്ഷേ കൂടുതൽ ആളുകളെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഈ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ പുരോഗമിക്കും തോറും നമുക്ക് ബോധ്യമാകുന്നത്, രക്ഷാപ്രവർത്തകർക്ക് ബോധ്യമാകുന്നത്. സൈഫുദ്ദീൻ, വില്ലേജ് റോഡ് പരിസരത്താണ് ഷബീർ ഉണ്ടായിരുന്നത്. അവിടെ ഒരു ബോഡി കൂടി കണ്ടെത്തി എന്നുള്ള നേരത്തെ ഷബീർ തന്നെ സൂചിപ്പിച്ചു. അതിനടുത്ത് ഫൈസൽ ഉണ്ട്.